ആടുകൾ വളർത്താൻ തുടങ്ങിയിട്ടും ഇതുവരെ വിചാരിച്ച ലാഭം നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ 3 തെറ്റുകൾ ഇതാകാം. ഈ 1 മിനിറ്റിൻ്റെ വീഡിയോയിൽ നമ്മൾക്കത് കണ്ടുവരാം. വീഡിയോ മുഴുവനായും കാണുക, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിൽ ഒന്നാമതായി പറയുന്നത് തീറ്റ ചെലവ് കുറയ്ക്കുക. അതായത് വാങ്ങിച്ച തീറ്റ മാത്രം കൊടുത്താൽ ലാഭം കിട്ടില്ല. അഴിച്ചു വിട്ട് വളർത്തുന്ന ആടായാൽ അവർക്ക് വേണ്ട തീറ്റ അവർ തന്നെ തേടിക്കോളും. പക്ഷെ നമ്മൾ ഈ ഫാമുകളിലൊക്കെ ആണെങ്കിൽ അവർക്ക് തീറ്റ നമ്മൾ എത്തിച്ചു കൊടുക്കണം. പ്ലാവില, ശീമക്കൊന്ന, ചീര എന്നിവ വീട്ടിൽ വളർത്തി കൊടുക്കാം. ഒപ്പം അസോള ഇതൊക്കെ വളർത്തി നൽകിയ തീറ്റ ചെലവ് പകുതിക്കും പകുതിയായി നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. രണ്ടാമതായി ഇനം തിരഞ്ഞെടുക്കുക. അതായത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ മലബാറി ആടോ അല്ലെങ്കിൽ നല്ല ഇറച്ചി തൂക്കം വരുന്ന ബോയർ ആട് ക്രോസുകളോ വളർത്താൻ ശ്രദ്ധിക്കുക. ശരിയായ ഇനം മാത്രമാണ് കൂടുതൽ ലാഭം തരുന്നത്. അടുത്തത് മൂന്നാമതായിട്ട് കൃത്യമായ വിരിയിളക്കലും കുത്തിവെപ്പുമാണ്. രോഗം വന്ന ആടുകൾ ചത്തുപോകുന്നത് തടയാൻ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരം കൃത്യമായ മരുന്നുകൾ നൽകണം. പ്രതിരോധമാണ് ഏറ്റവും വലിയ ലാഭം. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളിയായി ആട് വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അറിവുകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നമ്മൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.